നമസ്കാരം. നേരം വെളുക്കുമ്പോൾ തന്നെ ഏതെങ്കിലും തരത്തിൽ ബ്രേക്കിംഗ് ന്യൂസുകൾ ഉണ്ടാക്കി തങ്ങളുടെ ഉപജീവനം സംരക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് കേരളത്തിലെ ചാനലുകൾ. അതുകൊണ്ടാണ് പാവപ്പെട്ട മനുഷ്യരൊക്കെ പലപ്പോഴും വാർത്തയിലെ താരങ്ങളായി മാറുന്നത്. ആരുടെ നെഞ്ചത്ത് കയറിയാണെങ്കിലും അവരുടെ റേറ്റിംഗ് നിലനിർത്തണം എന്ന ഈ മത്സരബുദ്ധി ഈ നാടിനുണ്ടാക്കുന്ന ദുരന്തം ചെറുതല്ല. രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് തടഞ്ഞതോടെ അവരെ തേടിയെത്തിയ അമൃതായിരുന്നു ദിലീപ് കേസിലെ വിധി. ഒരു കോടതി വിധിക്കെതിരെ ഇത്ര ശക്തമായി പ്രതികരിച്ചിട്ടുള്ള സംഭവം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ചാനലുകളും പത്രങ്ങളുമൊക്കെ അവർക്ക് തോന്നിയതുപോലെ വിധിക്കെതിരെ കോടതിക്കെതിരെ പറഞ്ഞുകൊണ്ടിരുന്നു. അഭിഭാഷക കുപ്പായമണിഞ്ഞവർ പോലും പണത്തിനു മീതെ കോടതിയും പറക്കില്ല എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നു. സമൂഹത്തിലെ അനീതിക്കെതിരെ, അഴിമതിക്കെതിരെ, ശക്തിയുള്ളവർക്കെതിരെ ഉറച്ച നിലപാടെടുക്കുന്ന മറുനാടൻ എന്തുകൊണ്ടാണ് ദിലീപിനെ അനുകൂലിക്കുന്നത്, ഈ കോടതി വിധിയുമായി ബന്ധപ്പെട്ട അനീതിക്കെതിരെ പ്രതികരിക്കാത്തത് എന്ന് ചോദിച്ച് പലരും രംഗത്ത് വരാറുണ്ട്. മറുനാടനെ ഇഷ്ടപ്പെടുന്ന പലരും ഇനി ഞങ്ങൾ കാണില്ല, ദിലീപിന്റെ പണത്തിളക്കത്തിന് മുൻപിൽ മറുനാടൻ വീണുപോയി എന്ന് പറയുന്നവരുണ്ട്. അവരോടൊക്കെ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്നിപ്പോഴിതാ അതിജീവിതയും ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരും രംഗത്തിറങ്ങിയതോടെ തെരഞ്ഞെടുപ്പിലെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇത് ചർച്ചയാവുന്നു. അതിജീവിതയുടെയും മഞ്ജു വാര്യരുടെയും വാക്കുകൾ ഏറ്റെടുത്ത് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ആഘോഷം നടത്തുമ്പോൾ മറുനാടിന് നേരെ വിരൽ ചൂണ്ടിയവർ ചോദിക്കുന്നു, നാണമില്ലേ, ഉളുപ്പില്ലേ, ദിലീപിനെ പോലെ കരുത്തനായി ഒരുത്തൻ്റെ പണം വാങ്ങിക്കൊണ്ട് നിങ്ങൾക്കിങ്ങനെ നിലപാടെടുക്കാനെന്ന്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിയമവ്യവസ്ഥയെ ബഹുമാനിക്കുന്ന, നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രം പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് മറുനാടൻ എന്നതാണ്. നടിയെ ആക്രമിച്ച വിഷയം മറുനാടനിലൂടെ ഫോളോ ചെയ്യുന്നവർക്ക് ഒരു കാര്യം അറിയാം. മറ്റേതു മാധ്യമത്തെക്കാൾ ആവേശത്തോടെ, ശക്തിയോടെ ദിലീപിനെതിരെ നിലപാടെടുത്തിരുന്ന മാധ്യമമായിരുന്നു മറുനാടൻ. വാസ്തവത്തിൽ ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും DGPയും വരെ ഒരു ഗൂഢാലോചനയും ഇല്ല എന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിച്ചപ്പോൾ അങ്ങനെയല്ല, ഗൂഢാലോചനയുണ്ടേ എന്ന് പറഞ്ഞ് നിലപാടെടുത്ത് മുമ്പോട്ട് പോയത് മറുനാടനായിരുന്നു. അതുകൊണ്ട് ഒരിക്കൽ പോലും ഞങ്ങൾ നടിക്കെതിരെ ദിലീപിന് അനുകൂലമായ നിലപാട് കോടതി വിധി വരെ എടുത്തിട്ടില്ല. ഇക്കാര്യം എല്ലാവരേക്കാൾ നന്നായി അറിയാവുന്നത് അതിജീവിതയായ നടിയാണ്. എന്നാൽ കേസന്വേഷണം മുമ്പോട്ട് പോവുകയും തെളിവുകൾ ഒന്നും തന്നെ അന്വേഷണ സംഘത്തിന് ലഭിക്കാതെ വരികയും ചെയ്ത സാഹചര്യം ഞങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ബാലചന്ദ്രകുമാറിനെ അവർക്ക് അവതരിപ്പിക്കേണ്ടി വന്നത്. എന്നാൽ ബാലചന്ദ്രകുമാർ കൊടുത്ത തെളിവുകളും ഈ കേസിൽ ദിലീപിന്റെ ഗൂഢാലോചന തെളിയിക്കാൻ പറ്റുന്നതായിരുന്നില്ല. ഇതിനർത്ഥം ദിലീപ് നിരപരാധിയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നല്ല. ദിലീപിന് ഗൂഢാലോചനയിൽ പങ്കുണ്ടാവാം എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്നാൽ അത് തെളിയിക്കേണ്ട ബാധ്യത അന്വേഷണ സംഘത്തിനും അത് കോടതിയിൽ അവതരിപ്പിക്കുന്ന പ്രോസിക്യൂഷൻ വക്കീലിനുമാണ്. അവർ പരാജയപ്പെട്ടിരിക്കുന്നു. അന്വേഷണ സംഘവും പ്രോസിക്യൂഷനുമൊക്കെ ദിലീപിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന് സംശയിക്കാവുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ വീഡിയോകളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ അതിജീവിതയുടെ അഭിഭാഷിക എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ട ആൾ എങ്ങനെ എത്തി എന്നതുപോലും അന്വേഷിക്കേണ്ടതാണ്. അതിന് പിന്നിൽ പോലും ഗൂഢാലോചന ഉണ്ടാവും എന്ന് ഈ അഭിഭാഷകയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് സംശയിക്കേണ്ടി വരും. അങ്ങനെ സകല സംവിധാനങ്ങളും ഒരുമിച്ച്, അതായത് സർക്കാരും പോലീസും അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും ഒക്കെ ഒരുമിച്ച് ചതിച്ചതിന്റെ ഇരയാണ് നടി. അതിന് ദിലീപിനെയോ കോടതിയെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കോടതി പരിശോധിക്കുന്നത് തെളിവാണ്. കോടതിക്ക് ഒരാൾ കുറ്റക്കാരനാണ് എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിലും അയാളെ ശിക്ഷിക്കുമ്പോൾ അയാൾ എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെടുന്നു എന്ന് വ്യക്തമായി സംശയാതീതമായി എഴുതി വയ്ക്കേണ്ട ബാധ്യതയുണ്ട്. അല്ലാതെ ഒരാളെ ശിക്ഷിച്ചാൽ അത് നീതി നിഷേധിക്കുന്നതിന് തുല്യമായി മാറും. ഇവിടെ തെളിവുകളൊന്നുമില്ലാതെ ദിലീപിനെ ശിക്ഷിക്കണമെന്ന് വാശി പിടിക്കുന്നത് ചാനലുകളാണ്. കോടതിക്ക് അത് സാധ്യമല്ല. ആ നിലപാട് പറഞ്ഞതിന് പുറത്ത് മറുനാടന്റെ പുറത്ത് കുതിര കയറിയിട്ടോ മറുനാടൻ ദിലീപിനോട് പണം വാങ്ങിയെന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല. അങ്ങനെ പണം വാങ്ങിയിരുന്നെങ്കിൽ ദിലീപിനെ സഹായിക്കേണ്ടിയിരുന്നത് കേസിന്റെ വിചാരണ സമയത്തും കേസുണ്ടായപ്പോൾ മുതൽ ഈ വിധി വരുന്നത് വരെയുമാണ്. വിധിക്ക് ശേഷം ദിലീപിനെതിരെ കൊടുക്കുന്നു എന്നതിന് പേരിൽ ദിലീപ് പണം നൽകാൻ മാത്രം മണ്ടനായിരുന്നെങ്കിൽ ദിലീപ് ദിലീപാകുമായിരുന്നില്ല എന്ന് തിരിച്ചറിയുക. ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഈ സംവിധാനങ്ങൾക്കകത്ത് നിന്ന് പ്രവർത്തിക്കുന്നവർക്ക് പലപ്പോഴും വായിൽ തോന്നുന്നത് വിളിച്ചു പറയാൻ കഴിയില്ല. ഞങ്ങൾ ഈ അകത്തു നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. രാജ്യത്തുള്ള നിയമങ്ങളെയും നിയമ സംവിധാനത്തെയും ബഹുമാനിക്കുന്നവരാണ്. പറയുന്നവർക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇതാണ് സത്യം, ഇതാണ് സത്യം എന്ന് പറഞ്ഞാൽ മതി. സത്യം എന്ന് പറയുന്നത് ലോജിക്കൽ അധിഷ്ഠിതമായ ഒന്നല്ല. സത്യം എന്ന് പറയുന്നത് തെളിവിൽ അധിഷ്ഠിതമായ ഒന്നാണ്. തെളിവെന്ന് പറയുന്നത് തെളിവ് നിയമത്തിൽ അധിഷ്ഠിതമായ ഒന്നാണ്. തെളിവ് നിയമത്തിൽ അധിഷ്ഠിതമായി ഒരു തെളിവ് തെളിയിക്കാൻ കഴിയാത്തിടത്തോളം കാലം ഒരാളെ ശിക്ഷിക്കാൻ കഴിയില്ല. ബഹളം വയ്ക്കുന്ന ജനക്കൂട്ടത്തിന് ബഹളം വെച്ചിട്ട് പോകാം. ആരെയും കൃത്യമായി ആരും ഐഡന്റിഫൈ ചെയ്യുന്നില്ല. കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ സൂക്ഷ്മത വേണം. ഒരു വിധിയിൽ വസ്തുതാപരമായ പിശകുണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ
അത് പറയുന്നതിന്, അത് ചൂണ്ടിക്കാട്ടുന്നതിന് ഒരു നിയമ തടസ്സവുമില്ല. അത് കോടതി ലക്ഷ്യമല്ല. എന്നാൽ അങ്ങനെ വസ്തുതാപരമായ പിശകോടുകൂടി ഒരു വിധി വന്നത് ഒരു ജഡ്ജി പണം വാങ്ങിയിട്ടാണ്, അല്ലെങ്കിൽ ആ ജഡ്ജിക്ക് മറ്റു ചില താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അത് കോടതി ലക്ഷ്യമാണ്. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഞങ്ങളെ കിട്ടില്ല. ഞങ്ങൾ കോടതി വിധികളെ വിമർശനാത്മകമായി വിലയിരുത്തിയിട്ടുണ്ട്. പാലത്തായി കേസിലെ വിധി വിമർശനാത്മകമായി വിലയിരുത്തുന്നവരാണ് ഞങ്ങൾ. പക്ഷെ കോടതിയെ സ്കാൻഡലൈസ് ചെയ്തുകൊണ്ട് കോടതി അങ്ങനെ ഒരു തീരുമാനമെടുത്തത് പണം കൈപ്പറ്റിയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയമുള്ളത് കൊണ്ടാണ് എന്ന് ഞങ്ങൾ പറഞ്ഞില്ല, പറയത്തുമില്ല. കോടതിയുടെ വിധിയിൽ വസ്തുതാപരമായ ചില കുഴപ്പങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടാൻ പറ്റും. ഇവിടെ വസ്തുതാപരമായ എന്ത് കുഴപ്പമാണ് ചൂണ്ടിക്കാട്ടാൻ പറ്റുന്നത്? ദിലീപ് കുറ്റക്കാരനാവാം എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഈ കേസിൽ ദിലീപിനെ കുറ്റക്കാരനായി കണ്ടെത്താവുന്ന ഒന്നും തന്നെ കോടതിയുടെ മുമ്പിൽ എത്തിയില്ല. എന്തൊക്കെയാണോ ഇവിടെ കൊണ്ടുവന്നത് അതെല്ലാം സംഭവത്തിന് ശേഷമുള്ളതാണ്. ഈ ആവേശ കമ്മിറ്റിക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക, ഗൂഢാലോചന കുറ്റം തെളിയിക്കണമെങ്കിൽ സംഭവം നടക്കുന്നതിന് മുൻപ് ഗൂഢാലോചന നടന്നു എന്നതിന് തെളിവ് വേണം. സംഭവത്തിന് ശേഷം കൊണ്ടുവരുന്ന ഒരു തെളിവും ഗൂഢാലോചനയിൽ തെളിവായി സ്വീകരിക്കാൻ കഴിയില്ല. അത് കൊണ്ടുവരാത്തിടത്തോളം കാലം ദിലീപ് കുറ്റക്കാരനാണ് എന്ന് മാധ്യമങ്ങൾ പറയുന്നത് കേട്ട് ജനങ്ങൾ ബഹളം വയ്ക്കുമ്പോൾ അതിനൊപ്പം നിൽക്കാൻ പ്രയാസമാണ്. ദിലീപ് നീതിമാനാണ് എന്ന് പറഞ്ഞ് രാഹുൽ ഈശ്വരെ പോലെ ബഹളം വയ്ക്കാൻ ഞങ്ങളില്ല. ദിലീപ് നീതിമാനാണെന്ന് വിശ്വാസമൊന്നും എനിക്കില്ല. പക്ഷേ ദിലീപിനെ രക്ഷിച്ചെടുത്തു കോടതി എന്ന് പറയുന്ന വാദത്തെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ പ്രയാസമാണ്. ദിലീപിനെ ഒരുപക്ഷെ രക്ഷിച്ചെടുത്തതാവാം, അത് കോടതിയല്ല. അത് ദിലീപിന്റെ മിടുക്കനായ അഭിഭാഷകനാണ്. അതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ പോയത് പ്രോസിക്യൂഷനും അന്വേഷണ സംഘവുമാണ്. അതിന്റെ പേരിൽ കോടതിയുടെ പുറത്ത് കയറിയിട്ട് കാര്യമില്ല എന്നത് മാത്രമാണ് ഞങ്ങളുടെ നിലപാട്. ഇന്നിപ്പോൾ അതിജീവിത രംഗത്ത് വന്നിരിക്കുന്നു. അതിജീവിത വളരെ വൈകാരികമായി പ്രതികരിച്ചു. അവരുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അത് ശരിയാണ്. കാരണം അവർക്കിതിന് പിന്നാലെ പോകേണ്ട കാര്യമില്ല. അവരവരുടെ സമയവും പണവും ചെലവഴിച്ച് ഇതിന്റെ പിന്നാലെ പോയി. പക്ഷെ അവർക്ക് നീതി കിട്ടിയില്ല എന്നവർക്ക് തോന്നലുണ്ട്. അവർ എഴുതിയിരിക്കുന്നു, 8 വർഷം 9 മാസം 21 ദിവസങ്ങൾ, ഏറ്റവും വേദനാജനകമായ ഈ യാത്രയുടെ അവസാനമെന്നോണം വെളിച്ചത്തിന് നേരിയൊരു കണിക ഞാൻ കാണുന്നു. പ്രതികളിൽ 6 പേർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ വേദനകളെ നുണയെന്നും ഈ കേസ് കെട്ടിച്ചമച്ച കഥയെന്നും പരിഹസിച്ചവർക്കായി ഞാൻ ഈ വിധിയെ സമർപ്പിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ അല്പം ആശ്വാസം കിട്ടുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. 1-ാം പ്രതി എന്റെ പേഴ്സണൽ ഡ്രൈവർ ആയിരുന്നു എന്ന് ഇപ്പോഴും പറയുന്നവരോട് അത് ശുദ്ധമായ നുണയാണ്. അയാൾ എൻ്റെ ഡ്രൈവറോ എൻ്റെ ജീവനക്കാരനോ എനിക്ക് ഏതെങ്കിലും രീതിയിൽ പരിചയമുള്ള വ്യക്തിയോ അല്ല. 2016 ഞാൻ വർക്ക് ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രൊഡക്ഷനിൽ നിന്നും നിയോഗിക്കപ്പെട്ട ഒരാൾ മാത്രമാണ് അയാൾ. ഈ ക്രൈം നടക്കുന്നതിന് മുൻപ് 1-2 തവണ മാത്രമാണ് ഞാൻ അയാളെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ദയവായി നിങ്ങൾ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് കഥകൾ പറയുന്നത് നിർത്തുമെന്ന് കരുതുന്നു. ഈ വിധി പലരെയും ഒരുപക്ഷെ നിരാശപ്പെടുത്തിയിരിക്കാം. എന്നാൽ എനിക്കിതിൽ അത്ഭുതമില്ല. 2020 അവസാനം തന്നെ ചില അന്യായമായ നീക്കങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു. കുറ്റാരോപിതരിൽ ഒരാളുടെ കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ മാത്രം കേസ് അതുവരെ കൈകാര്യം ചെയ്തു വന്ന രീതിയിൽ നിന്നും മാറ്റം സംഭവിക്കുന്നു എന്നത് പ്രോസിക്യൂഷന് മനസ്സിലായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എനിക്ക് ഈ കോടതിയിൽ തീർത്തും വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പലതവണ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു. ഈ കോടതിയിൽ നിന്നും ഈ കേസ് മാറ്റണമെന്നുള്ള എൻ്റെ എല്ലാ ഹർജികളും പക്ഷേ നിഷേധിക്കുകയായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ഇതിൻ്റെ അവസാനം ഞാൻ ചേർക്കുന്നുണ്ട്. നിരന്തരമായ വേദനകൾക്കും കണ്ണീരിനും കടുത്ത മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ ഞാനിപ്പോൾ തിരിച്ചറിയുന്നു, നിയമത്തിന് മുൻപിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല. തിരിച്ചറിവ് നൽകിയതിന് നന്ദി. ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഈ യാത്രയിൽ ഇത്രയും കൂടെ നിന്ന മനുഷ്യത്വമുള്ള സകല മനുഷ്യരെയും ഞാൻ നന്ദിയോടെ ചേർത്ത് പിടിക്കുന്നു. അതുപോലെ അധിക്ഷേപകരമായ കമന്റുകളും പണം വാങ്ങിയുള്ള നുണക്കഥകളും ഉപയോഗിച്ച് എന്നെ ആക്രമിക്കുന്നവരോട് നിങ്ങളത് തുടരുക, അതിനാണ് നിങ്ങൾ പണം വാങ്ങിയിരിക്കുന്നത്. ഇതാണ് അതിജീവിതയുടെ പോസ്റ്റ്. പിന്നെ അതിജീവിത ചില ഇൻസിഡന്റ് എണ്ണി പറയുന്നുണ്ട്. അതിജീവിത ഇങ്ങനെയൊക്കെ എഴുതിയതിൽ ഒരു അത്ഭുതവുമില്ല. കാരണം അവർക്ക് നേരിട്ട ദുരനുഭവം സമാനതകളില്ലാത്തതായിരുന്നു. ആ ദുരനുഭവത്തിന്റെ ഭീകര വേദന അവരെ ഇപ്പോഴും വേട്ടയാടുന്നു. ആ വേട്ടയാടലിൽ നിന്നും മോചനം കിട്ടാൻ വേണ്ടി അവർ നിയമ പോരാട്ടത്തിനിറങ്ങി. എന്നാൽ അവർ മറന്നുപോയ ഒരു കാര്യം, ആദ്യമായാണ് അവർ ഒരു കോടതിയെ സമീപിക്കുന്നതും കോടതി നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകുന്നതും. അവർക്ക് അതുകൊണ്ട് തന്നെ കോടതി നടപടിക്രമങ്ങൾ അപരിചിതമുണ്ട്. അത് തനിക്കെതിരാണെന്ന് തോന്നാം. എന്നാൽ നമ്മുടെ നിയമവ്യവസ്ഥ ഇങ്ങനെയാണ് എന്ന് തിരിച്ചറിയുക. കോടതികൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അടിസ്ഥാനപരമായി 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന അടിസ്ഥാന തത്വത്തിന്റെ ഭാഗമായാണ്. അതുകൊണ്ട് തന്നെ ഇരകൾക്ക്, വിക്ടിംസിന് അനുകൂലമല്ല കോടതികൾ. അങ്ങനെയല്ല നമ്മുടെ നിയമ സംവിധാനം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇരകൾക്ക് അനുകൂലമായി പോലീസുണ്ട്, പ്രോസിക്യൂഷനുണ്ട്,
മാധ്യമങ്ങളുണ്ട്, എല്ലാ സംവിധാനങ്ങളുമുണ്ട്. അവരൊക്കെ പ്രതികൾക്കെതിരാണ്. എന്നാൽ പ്രതികളും മനുഷ്യരാണ്. അവർ നിരപരാധിയാണെങ്കിൽ, വെറുതെ ക്രൂശിക്കപ്പെടുന്നതാണെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യതയാണ് കോടതി ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരകളുടെ കോടതി ജീവിതം ദുസ്സഹമാണ്. പ്രതികളുടെ അഭിഭാഷക സംഘത്തിന് ഇരകളെ വേട്ടയാടാൻ നമ്മുടെ നിയമ സംവിധാനം അനുമതി കൊടുത്തിട്ടുണ്ട്. അത്തരം അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇര എന്ന നിലയിൽ, പ്രത്യേകിച്ച് പ്രതി സമ്പന്നനും സ്വാധീനമുള്ളവനുമാണെങ്കിൽ, ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് വേണമെങ്കിലും വക്കീലിനെ കൊണ്ടുവരാം. ഏതു പ്രഗത്ഭനെയും കൊണ്ടു നിർത്തി കോടതിയിൽ ടെററാവാം. മറുഭാഗത്ത് ഇരയ്ക്കൊപ്പം നിൽക്കുന്നത് സർക്കാർ നിയോഗിച്ചൊരു പാവം പ്രോസിക്യൂട്ടറാണെന്ന് മറന്നു പോകരുത്. നിയമത്തിന്റെ ഇഴകൾ പിരിച്ചെടുത്ത് ശക്തനായ പ്രതിക്ക് വേണ്ടി അവരുടെ അഭിഭാഷക സംഘം അഴിഞ്ഞാടുമ്പോൾ ഇര കോടതിയിൽ നിന്ന് വിയർക്കുന്നത് നമ്മുടെ സംവിധാനങ്ങളുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഇരയ്ക്ക് തോന്നിയത് തന്നോട് അനീതി കാണിച്ചു, അന്യായം കാണിച്ചെന്ന്. സകല ഇരകൾക്കും കോടതിയിൽ ചെല്ലുമ്പോൾ തോന്നുന്നത് അങ്ങനെയാണ്. ഞാൻ ഇരയാണല്ലോ, എന്നോട് ഈ ക്രൂരകൃത്യം ഈ വൃത്തികെട്ടവർ ചെയ്തല്ലോ, അവരെ അങ്ങ് ശിക്ഷിച്ചാൽ പോരെ എന്ന മാനസികാവസ്ഥയിൽ നമ്മൾ ചെല്ലുമ്പോൾ ഇരയെയും പ്രതിയെയും തുല്യമായി കാണുകയും ശക്തനായ പ്രതി അഴിഞ്ഞാടുകയും ചെയ്യുമ്പോഴുണ്ടാവുന്ന സ്വാഭാവിക വേദന മാത്രമാണ്. ഈ അതിജീവിത ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കോടതിയിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് താൻ സുപ്രീം കോടതി വരെ പോരാട്ടം നടത്തിയിട്ട് എന്തുകൊണ്ടാണ് ഈ കോടതിയെ മാറ്റാഞ്ഞതെന്ന്. ആ ചോദ്യവും ഇര എന്ന നിലയിൽ പ്രസക്തമാണ്. എന്നാൽ കോടതിയുടെ മുമ്പിൽ ഇത് തികച്ചും വ്യത്യസ്തമായ സാഹചര്യമാണ്. ഇങ്ങനെ എല്ലാ പ്രതികളും എല്ലാ ഇരകളും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ജഡ്ജിയെ മാറ്റണം എന്നാവശ്യപ്പെട്ടാൽ നിയമവ്യവസ്ഥ കൊളാപ്സ് ആവും. അതുകൊണ്ട് തന്നെ ഇരയുടെയോ പ്രതിയുടെയോ ആവശ്യമനുസരിച്ച് ജഡ്ജിയെ മാറ്റണമെങ്കിൽ അതിന് കൃത്യമായ ചില നിയമങ്ങളുണ്ട്. ഉദാഹരണത്തിന്, പ്രതിയുടെ ബന്ധുവാണ് ജഡ്ജി എന്ന് കണ്ടെത്തിയാൽ, അല്ലെങ്കിൽ പ്രതിയുടെ മുൻ അഭിഭാഷകനാണ് ജഡ്ജി എന്ന് കണ്ടെത്തിയാൽ, അങ്ങനെ പ്രതിയും ജഡ്ജിയും തമ്മിൽ വളരെ അടുപ്പമുണ്ട് എന്ന് കണ്ടെത്തിയാൽ ആ തെളിവുകൾ കൊടുത്താൽ മാറ്റിത്തരും. അല്ലാതെ കോടതിയിലെ ഒരു അഭിപ്രായ പ്രകടനത്തിന് പുറത്ത് ആ കോടതി എനിക്കെതിരാണ്, അതുകൊണ്ട് കേസ് മാറ്റണം എന്നാവശ്യപ്പെട്ടാൽ, അതിന് വഴങ്ങിക്കൊടുത്താൽ സകല പ്രതികളും സകല ഇരകളും ഇതൊരു പ്രീസിഡന്റായി കരുതി ഇത്തരം ആവശ്യം ഉന്നയിക്കും. അതുകൊണ്ടാണ് കോടതി അതിന് വഴങ്ങാതിരുന്നത്. ഇതൊക്കെ സാങ്കേതികമായ കാര്യങ്ങളാണ്. 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം വിധിച്ചത് ഇരയെ അധിക്ഷേപിക്കാനാണെന്ന് പലരും പറഞ്ഞു കേട്ടു. വാസ്തവത്തിൽ അതാണ് അതിന് പ്രൊവിഷൻ. നിയമമനുസരിച്ച് മാത്രമേ ശിക്ഷ വിധിക്കാൻ കഴിയൂ, പിഴ വിധിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇര കടന്നുപോയ ഒരു ട്രോമയുടെ ഭാഗമായി അനുഭവപ്പെടുന്നതാണ്. പക്ഷെ കോടതിക്ക് അങ്ങനെ ആരുടെയെങ്കിലും താല്പര്യമനുസരിച്ച് നിലപാടെടുക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക. തീർച്ചയായും ഇരയുടെ വേദന മനസ്സിലാക്കുന്നു. അവർ ആത്മാർത്ഥമായി പറയുന്നതാണ്, പക വീട്ടുന്നതിന് വേണ്ടി പറയുന്നതല്ല. അവർ വിശ്വസിക്കുന്നത് തന്നെയാണ് പറയുന്നത്. പക്ഷേ അതിന് നിയമസാധുതയില്ല. പ്രിയപ്പെട്ട അതിജീവിതയുടെ മാനസികാവസ്ഥ പൂർണ്ണമായി മനസ്സിലാക്കാം. അവരുടെ ജീവിതത്തിലെ 8.5 വർഷം അവർ ഇതിൻ്റെ പിന്നാലെ ഇറങ്ങിയത് ബലാത്സംഗം ചെയ്ത 6 പേരെ ശിക്ഷിക്കാനല്ല. അവർ ശിക്ഷിക്കപ്പെടാൻ അതിജീവിത ഒരു തവണ മാത്രം കോടതിയിൽ പോയി മൊഴി കൊടുത്താൽ മതിയായിരുന്നു. അനേകം തവണ കോടതിയിൽ പോയതും അനേകം പണം ചെലവഴിച്ചതും അനേകം ഉപഹർജികൾ കൊടുത്തതുമൊക്കെ ഇതിന് ഗൂഢാലോചനയുടെ പൊരുൾ അഴിക്കാനായിരുന്നു. പ്രിയപ്പെട്ട അതിജീവിതേ, നിങ്ങളോട് എനിക്ക് സഹതാപമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം? നിങ്ങളെ സഹായിക്കാൻ കൂടെ നിന്നവർ ആരും തന്നെ നിങ്ങളുടെ പക്ഷത്തായിരുന്നില്ല. അവർ നിങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു. ഇന്ന് ഈ ബഹളം വയ്ക്കുന്നവരും ആ കബളിപ്പിക്കൽ തുടരുകയാണ്. അവരുടെ കബളിപ്പിക്കൽ ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്.